ജാക്കി ചാൻ കാർട്ടൂണിലെ ഡീമൻസും ബെൻടെനിലെ ഏലിയൻസും തമ്മിലൊരു ഫൈറ്റ് ഉണ്ടായാലും എങ്ങനെ ഉണ്ടാവും, ഇതിനെ പറ്റിയുള്ളൊരു വീഡിയോ ആണിത്. ഈ ഒരു വീഡിയോ എന്തായാലും മുഴുവനായിട്ട് കാണുക. വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ജാക്കി ചാൻ കാർട്ടൂൺ സീരീസിലുള്ള 8 ഡീമൻസും അവർക്ക് ഈക്വലായിട്ട് നിൽക്കുന്ന 8 ഏലിയൻസും, ക്ലാസിക് സീരീസിലെ 8 ഏലിയൻസും തമ്മിലുള്ള ഒരു ബാറ്റിലാണ്. ഇത് പാർട്ട് 1 വീഡിയോ ആണ്. പാർട്ട് 2 പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വേഗം തന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ചാനലിലെ വീഡിയോസ് ഒന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ജാക്കി ചാൻ കാർട്ടൂണിൽ ഞാൻ ഫസ്റ്റ് ചൂസ് ചെയ്യുന്നത് എർത്ത് ഡീമനാണ്. അതുപോലെ തന്നെ ഇതിന് ഈക്വലായിട്ട് നിൽക്കുന്ന ബെൻടെൻ സീരീസിലുള്ള ഒരു ക്യാരക്ടറാണ് ഫോറാം. ബെൻടെൻ ക്ലാസിക്കിലെ പവർഫുൾ ആയിട്ടുള്ള ഒരു സ്ട്രെങ്ത്തിനെ ബേസ് ചെയ്തുള്ള ഒരു ഏലിയനാണ് ഫോറാംസ്. അതുപോലെ തന്നെ ജാക്കി ചാനിലും സ്ട്രെങ്ത്തിന് വേണ്ടിയാണ് പ്രധാനമായിട്ടും. ഫിസിക്കൽ സ്ട്രെങ്ത് എർത്ത് ഡീമന് വളരെ കൂടുതലാണ്. ഇപ്പോൾ ഫസ്റ്റ് ബാറ്റിൽ ജാക്കി ചാൻ കാർട്ടൂൺ എർത്ത് ഡീമൻ വേഴ്സസ് ബെൻടെൻ ക്ലാസിക് ഫോറാംസ്. അപ്പോൾ ബാറ്റിൽ സ്റ്റാർട്ട് ചെയ്യാം. ഈ 2 ക്യാരക്ടേഴ്സും ഒരുപോലെ ഈക്വലായിട്ട് നിൽക്കും. നോക്കിക്കഴിഞ്ഞാൽ ഫോറാംസിനും എർത്ത് ഡീമനും ഈക്വൽ സ്ട്രെങ്ത് ആയിരിക്കും ഉണ്ടാവുക. ദെൻ എർത്ത് ഡീമൻ്റെ കാര്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ എർത്ത് ഡീമൻ ആണെങ്കിൽ പ്രധാനമായിട്ടും വളരെ വലിയ സൈസും മസിൽ മാസും കൂടുതലാണ്. ഫോറാംസ് അത്രയ്ക്ക് സൈസ് ഇല്ലെങ്കിലും എർത്ത് ഡീമനോട് ഫൈറ്റ് ചെയ്ത് നിൽക്കാനായിട്ട് ഫോറാംസിന് പറ്റും. പ്രധാനമായിട്ടും ഫോറാംസിന് 4 കൈകളാണ് അഡ്വാൻറ്റേജ് ആയിട്ട് ഉണ്ടാകും. ഇതുകൊണ്ട് തന്നെ എർത്ത് ഡീമനുമായിട്ട് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാതെ ഫൈറ്റ് ചെയ്യാൻ പറ്റും. ബട്ട് ഇവിടെ എർത്ത് ഡീമൻ ഏറ്റവും അഡ്വാൻറ്റേജ് ആയിട്ടുള്ള കാര്യം, ഈ ഒരു ഡീമൻ ആണെങ്കിൽ വളരെ ജെയിൻ്റ് ആണ്. അതുപോലെ നല്ലൊരു മസിൽ മാസും സ്ട്രെങ്ത്തും ഡീമൻ ഉണ്ട്. ബട്ട് ഇവിടെ ഫോറാംസിന് നല്ലൊരു അഡ്വാൻറ്റേജ് ആയിട്ടുള്ള കാര്യം നോക്കിയാൽ ഫോറാംസിൻ്റെ സ്പീഡാണ്. എർത്ത് ഡീമനേക്കാളും വളരെ സ്പീഡിൽ മൂവ് ചെയ്യാനായിട്ട് ഫോറാംസിന് പറ്റും. സ്ട്രെങ്ത്തിൻ്റെ കാര്യത്തിൽ നോക്കിയാൽ രണ്ടുപേരും ഒരുപോലെ ഈക്വലായിട്ട് നിൽക്കും. പക്ഷേ സൈസിൻ്റെ കാര്യത്തിൽ അത് സ്കോർ ചെയ്യുന്നത് എന്തായാലും എർത്ത് ഡീമൻ തന്നെയാണ്. എന്നാൽ സ്പീഡിൻ്റെ കാര്യത്തിൽ ഫോറാംസ് ആയിരിക്കും അഡ്വാൻറ്റേജ് ഉണ്ടാവുക. ഇന്നും പ്രധാനമായിട്ടും ഇവരിൽ ഇനി ആരാണ് വിൻ ചെയ്യുക എന്ന് നോക്കാം. അതിന് ഇനി പ്രധാനമായിട്ടും നിയന്ത്രിക്കുന്ന കാര്യങ്ങൾ നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇവരുടെ വീക്ക്നെസ്. ഫോറാമിന് പ്രത്യേകിച്ച് ഒരു വീക്ക്നെസ്സും ഇല്ല. ബെൻടെനിൽ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എന്നാൽ ജാക്കി ചാൻ സീരീസിൽ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ഡീമന് പൂവാണ് പ്രധാന വീക്ക്നെസ് എന്ന്. അതുപോലെ മാജിക് ചെയ്യാൻ അറിയുന്ന ആൾക്ക് പൂ ഉപയോഗിച്ച് ഈ ഒരു ഡീമനെ തോൽപ്പിക്കാനായിട്ട് പറ്റും. എന്നാൽ പോലും അതിവിടെ അത്ര വലിയ വീക്ക്നെസ് ആയിട്ട് വരില്ല. കാരണം ഫോറാംസിന് മാജിക് ചെയ്യാനായിട്ട് അറിയാത്തത് കൊണ്ട് തന്നെ ആ കാര്യം നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. ഈ ഫൈനലായിട്ട് ഇവരിൽ ആര് വിൻ ചെയ്യും? എല്ലാ രീതിയിലും നോക്കിക്കഴിഞ്ഞാൽ രണ്ടുപേരും ഈക്വൽ ആണെങ്കിലും ഇനി പ്രധാനമായിട്ടുള്ള 2 പവേഴ്സാണ് കമ്പയർ ചെയ്യാനുള്ളത്. എർത്ത് ഡീമന് സ്പെഷ്യലായിട്ടുള്ള 2 പവേഴ്സ്, അതാണ് ഭൂമിയുടെ അടിയിലൂടെ പോകാനായിട്ട് പറ്റും. അതുപോലെ തന്നെ കൈ ഉപയോഗിച്ച് പർവ്വതങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റും. ഇത് രണ്ടും അടിപൊളിയായിട്ടുള്ള പവേഴ്സാണ്. ഇത് ഫോറാംസിനെതിരെ എർത്ത് ഡീമൻ എന്തായാലും യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഫോറാംസുമായിട്ട് ഈക്വലായിട്ട് നിന്ന ഈ ഒരു എർത്ത് ഡീമൻ ആണെങ്കിൽ ഫോറാംസിനെ ബീറ്റ് ചെയ്യാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ്. എല്ലാത്തിലും ഇവർ ഒരുപോലെ ആണെങ്കിലും പവേഴ്സിൻ്റെ കാര്യത്തിൽ ഇവിടെ കുറച്ച് കൂടുതലുള്ളത് എർത്ത് ഡീമൻ ആണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ വിന്നർ എർത്ത് ജി ഡീമൻ. ഈ ഒരു ഫൈറ്റിന് ശേഷമാണെങ്കിൽ ജാക്കി ചാന് 1 പോയിന്റും ബെൻടെൻ ക്ലാസിക്കിനാണെങ്കിൽ 0 പോയിന്റ്. ബെൻടെൻ ഫാൻസിന് എന്തായാലും അടുത്ത ബാറ്റിൽ നമുക്ക് നോക്കാം. അടുത്ത ബാറ്റിലാണ് ജാക്കി ചാൻ കാർട്ടൂണിലെയും അതുപോലെ തന്നെ ബെൻടെൻ ക്ലാസിക്കിലെയും വളരെ പവർഫുൾ ആൻഡ് വളരെ ജെയിൻ്റായുള്ള 2 ക്യാരക്ടേഴ്സ്. ബെൻടെൻ ക്ലാസിക്കിലാണെങ്കിൽ അതെന്തായാലും വേബിക് ആണ്. അതുപോലെ ജാക്കി ചാൻ കാർട്ടൂണിൽ ഏറ്റവും ജെയിൻ്റായ ഡീമൻ എന്നത് അത് മൗണ്ട് ഡീമൻ ആണ്. അപ്പോൾ രണ്ടാമത്തെ ഫൈറ്റ് ബെൻടെൻ ക്ലാസിക്കിലെ വേബിക് വേഴ്സസ് ജാക്കി ചാൻ കാർട്ടൂണിലെ മൗണ്ട് ഡീമൻ. അപ്പോൾ നമുക്ക് വേഗം തന്നെ ബാറ്റിൽ സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു ബാറ്റിലാണെങ്കിൽ 2 പേർക്കും വലിപ്പത്തിൻ്റെ കാര്യത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ സ്ട്രെങ്ത്തും സ്പീഡും സ്റ്റാമിനയും ഉള്ള ആൾ തന്നെ വിൻ ചെയ്യും. എന്തായാലും ഇതിൽ സ്പീഡ്, സ്ട്രെങ്ത്, സ്റ്റാമിന ഒക്കെ തന്നെ ഇവിടെ കൂടുതലായിട്ടുള്ളത് വേബിക്കിനാണ്. അതുപോലെ തന്നെ വേബിക്കിനാണെങ്കിൽ കോസ്മിക് എനർജിയും യൂസ് ചെയ്യാനായിട്ട് പറ്റും. ജെയിൻ്റ് ഡീമൻ വളരെ വലിപ്പമുണ്ടെങ്കിൽ പോലും സ്പീഡ് വളരെ കുറവാണ്. മൗണ്ടൻ ഡീമൻ ആണെങ്കിൽ വളരെ സ്പീഡ് കുറവാണ്. അതുകൊണ്ട് തന്നെ വേബിക്കുമായിട്ട് 1-on-1 ആയിട്ട് ഫൈറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. എന്നാൽ വേബിക്കിന് വളരെ സ്പീഡിൽ മൂവ് ചെയ്യാനും പെട്ടെന്ന് തന്നെ അറ്റാക്ക് ചെയ്യാനും പറ്റും. ഇത് വേബിക്കിന് വളരെ അഡ്വാൻറ്റേജ് ആണ്. ഈ ഒരു ബാറ്റിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജ് ഉള്ളത് അത് വേബിക്കിനാണ്. വേബിക്കിൻ്റെ അറ്റാക്ക് കൊണ്ട് കഴിഞ്ഞാൽ ഈ ഒരു ഡീമൻ ആണെങ്കിൽ എന്തായാലും നിലത്ത് പോയി ഇടിക്കും. നിലത്ത് വീണ് കഴിഞ്ഞാൽ ഈ ഒരു ഡീമനെ കൊണ്ട് നീക്കാനും വളരെ പ്രയാസമായിരിക്കും. ഈ ഒരു ടൈമിലാണെങ്കിൽ വേബിക്കിന് കോസ്മിക് എനർജി യൂസ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ഈ ഒരു ബാറ്റിൽ എന്തായാലും ഈ ഒരു ബാറ്റിലൊരു ക്ലിയർ വിന്നർ എന്നത് വേബിക്കാണ്. ഇപ്പോഴത്തെ സ്കോർ ബോർഡ് ആണെങ്കിൽ വളരെ ഈക്വൽ ആയിട്ടാണ് നിൽക്കുന്നത്. ബെൻടെൻ ക്ലാസിക്കിനും അതുപോലെ ജാക്കി ചാനും 1-1 ഇപ്പോൾ. അപ്പോൾ നമുക്ക് അടുത്തൊരു ബാറ്റിൽ നോക്കാം. ബെൻടെൻ ക്ലാസിക്കിലും ജാക്കി ചാൻ കാർട്ടൂണിലും പറക്കുന്ന 2 ഏലിയൻസ് ഉണ്ട്. പറക്കുന്ന 2 ക്യാരക്ടേഴ്സ് തമ്മിലായിരിക്കും അടുത്തൊരു ബാറ്റിൽ. ജാക്കി ചാൻ കാർട്ടൂണിലാണെങ്കിൽ പറക്കുന്നത് സീമോ എന്ന ഫ്ലൈയിങ് ഡീമൻ ആണ്. അതുപോലെ തന്നെ ബെൻടെൻ ക്ലാസിക്കിലാണെങ്കിൽ പറക്കുന്ന ഏലിയൻ എന്നത് അത് സ്റ്റിംഗ് ഫ്ലൈ ആണ്. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ബാറ്റിൽ ബെൻടെൻ ക്ലാസിക് സ്റ്റിംഗ് ഫ്ലൈ വേഴ്സസ് ജാക്കി ചാൻ കാർട്ടൂൺ സ്കൈ ഡീമൻ. ഈ ഒരു ഫൈറ്റിലാണെങ്കിൽ 2 പേരും പറക്കുന്ന ഡീമനാണ്. അതുകൊണ്ട് തന്നെ അറ്റാക്സ് ഒക്കെ അങ്ങനെ ആയിരിക്കും വരിക. എന്നാലും ഇവിടെ സ്റ്റിംഗ് ഫ്ലൈക്ക് ആണെങ്കിൽ അറ്റാക്ക് ചെയ്യാനായിട്ടുള്ളത് സ്റ്റിംഗ് ഫ്ലൈക്കാണ് അറ്റാക്കിംഗ് പവർ ഉള്ളത്. എന്നാൽ പോലും അത് അധികം വലിയ അറ്റാക്കിംഗ് ആയുള്ള ആസിഡോ അങ്ങനെയുള്ള അറ്റാക്ക് ഒന്നുമല്ല.
അത് ഒരുപോലത്തെ ഒരു ജെല്ലി പോലത്തെ ഒരു സംഭവമാണ്. ഫിസിക്കലി നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ വളരെ വീക്കാണ് സ്റ്റിംഗ് ഫ്ലൈ. ഫിസിക്കലായിട്ടൊരു ഫൈറ്റിലും സ്റ്റിംഗ് ഫ്ലൈക്ക് അത്ര അഡ്വാൻറ്റേജ് അല്ല. വിങ്സും വളരെ കട്ടി കുറവും, അതുപോലെ വെള്ളം തട്ടിയാൽ തന്നെ വീക്കാവുന്നത് വർക്കാവാത്തൊരു വിങ്സ് ആണ്. ഇതുകൊണ്ട് തന്നെ വളരെ വീക്കാണ് സ്റ്റിംഗ് ഫ്ലൈ ഫിസിക്കലി. ഇനി സ്കൈ ഡീമന്റെ കാര്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ സ്കൈ ഡീമൻ ഫിസിക്കൽ മറ്റുള്ള ഡീമൻസിൽ നിന്നും വളരെ വീക്കാണെങ്കിലും ഈ ഒരു ബാറ്റിലാണെങ്കിൽ സ്കൈ ഡീമൻ വളരെ പവർഫുൾ ആയിരിക്കും. ഒരു ഹ്യൂമൺ ഉള്ളതിനേക്കാളും വളരെ സ്ട്രെങ്ത് സ്കൈ ഡീമൻ ഉണ്ട്. അതുപോലെ തന്നെ വിങ്സും വളരെ പവർഫുൾ ആണ്. ഈ ഒരു കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ സ്കൈ ഡീമൻ ആയിരിക്കും ഇവിടെ എന്തായാലും ഒന്നുകൂടി പവർഫുൾ ആയിട്ട് വരിക. ഈ ഒരു ബാറ്റിൽ അവസാനമായി വിൻ ചെയ്യുക അത് സ്കൈ ഡീമൻ ആയിരിക്കും. കാരണം വളരെ പവർഫുൾ ആയിട്ടുള്ള വിങ്സും അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്ട്രെങ്ത്തും ഒക്കെ സ്കൈ ഡീമൻ ഉണ്ട്. ഇപ്പോൾ ടോട്ടലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ സ്കോർ ബോർഡ് ബെൻ 10 ക്ലാസിക് സീരീസിനാണെങ്കിൽ 1 പോയിന്റ്, അതുപോലെ തന്നെ ജാക്കി ചാൻ കാർട്ടൂൺ ഇപ്പോൾ 2 പോയിന്റ്. അപ്പോൾ അടുത്ത ബാറ്റിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. ബെൻ 10 ക്ലാസിക്കിലെ വാട്ടറുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഏലിയനാണ് റിബ്ജോസ്. അതുപോലെ തന്നെ ജാക്കി ചാൻ സീരീസിലെ വാട്ടറിനെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു ഡീമനാണ് വാട്ടർ ഡീമൻ. റിബ്ജോസിനാണെങ്കിൽ വാട്ടറിലുള്ള ടൈമിൽ വളരെ നല്ല ഫിസിക്കൽ സ്ട്രെങ്ത്തും ആരെക്കൊണ്ടും തോൽപ്പിക്കാനായിട്ട് കഴിയാത്ത വളരെ വലിയ പവർഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ റിബ്ജോസിന്റെ മെയിൻ വീക്ക്നെസ് ഫയർ ആണ്. വാട്ടർ ആണ് റിബ്ജോസിന്റെ മെയിൻ ആയുള്ള അഡ്വാൻറ്റേജ്. എന്നാൽ പോലും ഈ ഒരു ഡീമനെ കൊണ്ട് ലിക്വിഡ് ഫോമിലേക്ക് മാറാനും അറ്റാക്ക് ചെയ്യാനും പറ്റും. റിബ്ജോസിന്റെ കാര്യത്തിൽ നോക്കിയാൽ റിബ്ജോസിന് എന്തായാലും ഒന്നും തന്നെ ഈ ഒരു ഡീമനെ ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം ഡീമന്റെ ബോഡി മുഴുവനായി ലിക്വിഡ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു റിബ്ജോസിനെ കൊണ്ട് ഒന്നും തന്നെ ഇവിടെ ചെയ്യാനായിട്ട് പറ്റില്ല. ഇവിടെ ഫുള്ളായിട്ടൊരു വിന്നറിനെ കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും പവേഴ്സൊക്കെ കൂടുതൽ ഈ ഒരു വാട്ടർ ഡീമനാണ്. റിബ്ജോസിന് പവേഴ്സ് കുറവാണ്. അതുപോലെ തന്നെ റിബ്ജോസിന് മറ്റേതെങ്കിലും അറ്റാക്ക് ഏറ്റാലും മുറിവാവും. എന്നാൽ ഈ ഒരു ഡീമൻ്റെ കാര്യത്തിൽ മാജിക് മാത്രമാണ് വീക്ക്നെസ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഡീമൻ ഇവിടെ വിൻ ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. ഇപ്പോഴത്തെ സ്കോർ ബോർഡ് നോക്കിക്കഴിഞ്ഞാൽ ജാക്കി ചാൻ കാർട്ടൂണിന് 3 പോയിന്റും ബെൻ 10 ക്ലാസിക് സീരീസിനാണെങ്കിൽ 1 പോയിന്റുമാണ്. ഇത് പാർട്ട് 1 വീഡിയോ ആണ്. അപ്പോൾ പാർട്ട് 2 വീഡിയോയിലായിരിക്കും മറ്റു 4 ഡീമൻസും ഏലിയൻസും തമ്മിലുള്ള ബാറ്റിൽ ഉണ്ടാവുക. ജാക്കി ചാൻ സീരീസിലുള്ള ഈ ഒരു 4 ഡീമൻസിനും ഈ ഒരു വീഡിയോയിൽ ഇല്ലാത്ത ജാക്കി ചാൻ കാർട്ടൂണിലുള്ള ബാക്കിയുള്ള 4 ഡീമൻസിനും ഈക്വലായി നിൽക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഈ ഒരു വീഡിയോയിൽ പറയാത്ത ഏതെങ്കിലും ബെൻ 10 ക്ലാസിക്കിലുള്ള ഏലിയൻസിനെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക.